ജിൻഡോ ചേട്ടൻ എന്ന് വെച്ചാൽ പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നമ്മളത് എപ്പോഴും അവിടെ വെച്ച് ഞാൻ ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞു, പുള്ളി ഹാർഡ് വർക്കറാണ്. ചോദിച്ചു വാങ്ങി മുന്നിൽ വന്നിരുന്ന് ഡാൻസ് കളിക്കും. ഇപ്പൊ സ്കിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങി മെയിൻ റോൾ എടുക്കും. ചിലപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എനിക്കിത് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കും. അതാണ് അഭിഷേക് ശ്രീകുമാറിൻ്റെ വാക്കുകളുണ്ടോ നിങ്ങൾ? ഭയങ്കര സത്യം, പച്ചായ സത്യമാണ് ഇങ്ങനെ പറഞ്ഞതല്ലേ അഭിഷേക് പറഞ്ഞത്. ജിൻഡോ എന്നൊരാൾ കപ്പ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ, എന്തൊക്കെ കാണിച്ചിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങേരൊരു എന്താ പറയുക, ഒരു 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 സൂത്രശാലിയായ ബുദ്ധിമാൻ അങ്ങനെ പറയാം, അല്ലെങ്കിൽ സൂത്രശാലിയായ സത്യസന്ധൻ അങ്ങനെ പറയാം. ഭയങ്കര നിഷ്കളങ്കനായിരുന്നു. നമ്മുടെ മലയാളികളെ മനസ്സ്, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിൽ ഇഷ്ടപ്പെടും. ഒന്ന് പവർഫുൾ, ഒരു സ്ട്രോങ് ആയ ഒരു ധൈര്യമുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ ഇഷ്ടപ്പെടും. പിന്നെ ഭയങ്കര പാവമായിട്ട് പൊട്ടത്തരങ്ങൾ, ജെനുവിനിറ്റി, കളത്തരങ്ങൾ, നിഷ്കളങ്കത, പാവം, ക്യൂട്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നമ്മുടെ മലയാളികൾ ഭൂരിഭാഗം പേരും. എനിക്ക് അങ്ങനെ അറിയുന്ന എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായ പേഴ്സണാണ് അഭിഷേക് ശ്രീകുമാർ. ഭയങ്കര ജെനുവിനിറ്റി ഉണ്ട്. പിന്നെ നല്ല ഒരു ഭയങ്കര റൊമാൻറ്റിക് ആണ് മൂപ്പര്. അവിടെ പുള്ളിയെ എല്ലാവരും കള്ളെന്നാണ് വിളിക്കുന്നത്. കള്ളക്കഥകളൊക്കെ ഇങ്ങനെ അടിച്ചിറക്കും. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് കള്ളമാണ് പറയുന്നത്. തുടക്കത്തിൽ നമ്മുടെ ലോക്ക് റൂമിൻ്റെ അടുത്ത് ഇരുന്നിട്ട് മൂപ്പർ ഉറങ്ങിയിട്ട് പട്ടി കുറച്ച സമയത്ത് ഞാനല്ല ഉറങ്ങിയത്. എത്ര ഷാടി പിടിച്ചെന്നറിയോ ആ ഒരു കള്ളത്തരത്തിൽ. എന്നിട്ട് വഴിയെ ബിഗ് ബോസിനോട് പറയാണ്, ബിഗ് ബോസെ വേറെ വഴിയില്ലായിരുന്നു, പിന്നെ പറയേണ്ടി വന്നു അല്ലേ. അപ്പോഴൊക്കെ ഞാനൊക്കെ ശരിക്കും ജിൻഡോനെ കള്ളാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കള്ളത്തരം പറയുന്ന ചേട്ട നാറി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അറിയുന്നുണ്ടായിരുന്നില്ല ഈ മനുഷ്യൻ ഇങ്ങനെ മെല്ലെ 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 ഹൃദയത്തിലോട്ട് കയറി ചെല്ലുന്നു. നോറയിൽ നിന്ന് ഞാൻ ഇൻസ്പിറേഷൻ ലേഡിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധാരണ വരുന്ന അടിക്കും, എന്തൊക്കെയോ പറയും. ഞാൻ അങ്ങനെ അനുഭവിച്ചു, ഇങ്ങനെ അനുഭവിച്ചു, എൻ്റെ വീട്ടുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞ് വീട്ടുകാരൊക്കെ പറയും അങ്ങനെയൊക്കെ. അപ്പോൾ സാധാരണ പിടിക്കുന്ന ക്യാമറയുടെ മുന്നിൽ പോയിരുന്ന ഫുൾ കരച്ച്. അത് സത്യം കേട്ടോ, നൂറിൻ്റെ കാര്യം സത്യമാണ്. എൻ്റെ മോനെ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ നൂറ മാത്രമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിരികിരി എന്നുള്ള സൗണ്ടും വേറും തൊട്ടനടുത്തനും കരച്ചിലും സെൻറ്റിമെൻറ്റ്സും ക്യാമറയുടെ മുമ്പിൽ പോയി സംസാരിക്കലും. ഇപ്പോൾ പറഞ്ഞല്ലേ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ആക്കി, ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയറായി, അങ്ങനെ ഇങ്ങനെയല്ല മറ്റുള്ളവർക്ക് ഞാൻ ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ. എന്ത് തേങ്ങയാണ്. അയ്യോ, അത് ആദ്യം ഔട്ടാകണമായിരുന്നു. സത്യം പറഞ്ഞ നൂറിൻ്റെ കിരിയിരിപ്പ് ഞാൻ കാണുന്ന സമയത്ത് ഞാൻ മാറ്റിക്കളയും. ഞാൻ വേറെ എന്തെങ്കിലും പരിപാടി നോക്കും. എന്നുവെച്ചാൽ ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. സിബിൻ ചേട്ടൻ ഭയങ്കര മാനിപ്പുലേഷൻ ആയിരുന്നു. പുള്ളി ഇവിടെ ഒരു കൊട്ടു കൊടുത്ത് അവിടുന്ന് ഒരു അടി കൊടുക്കുക. സിബിനെ കുറിച്ച് പറഞ്ഞ കാര്യമുള്ളത് കേട്ടോ. എന്താ പറയുക, അവിടെ ഒരു കൊട്ടു കൊടുത്ത് ഇവിടെ ഒരു അടി കൊടുത്ത് അങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരാളായിരുന്നു അല്ലേ. ഭയങ്കര ഇഷ്ടമായിരുന്നു. സിബിൻ വന്നപ്പോൾ പിന്നെ വേറൊന്നും വേണ്ട. സിബിൻ്റെ ആ ഡയലോഗ്സും വർത്തമാനവും സംസാരവും കോൺവെർസേഷനും ഈ കുത്തിത്തിരിപ്പും അതൊക്കെ കാണാൻ മാത്രമായിരുന്നു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നത് അത്രയും ദിവസങ്ങളിൽ കേട്ടോ. ഞാൻ അതിൽ ബിഗ് ബോസിൻ്റെ ഏതെങ്കിലും വീഡിയോ റിയാക്ഷൻസ് കണ്ട് ഞാൻ കമൻറ്റ് ഇടും, സിബിൻ ബ്രോ ഐ ലവ് യു ബ്രോ എന്ന് പറഞ്ഞ് ഞാൻ കമൻറ്റ് ഇടുമായിരുന്നു. ബിക്കോസ് സിബിൻ അത്രയ്ക്ക് ഭയങ്കര രസമായിരുന്നു. എന്താ ചെയ്യാണ്ടേ, സിബിൻ പോകണ്ടായിരുന്നു. സിബിൻ പോയിട്ടില്ലെങ്കിൽ ഇപ്പം ജിൻഡോൻ്റെ സ്ഥാനത്ത് സിബിനായിരുന്നാണ്. അപ്പോൾ അഭിഷേകം എല്ലാം തുറന്ന് പറയുന്നുണ്ടല്ലേ, മറ്റുള്ള ആൾക്കാരെ പോലെ ഒരാളെ സേവ് ചെയ്ത് സംസാരിക്കലോ അല്ലെങ്കിൽ എന്താ പറയുക, അഭിഷേക് നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു വ്യക്തിത്വമാണ് അഭിഷേകിൻ്റെ. എനിക്ക് അത് തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അഭിഷേക് ഒന്ന് തളർന്നു പോയത്, അഭിഷേകിന് യെല്ലോ കാർഡ് കിട്ടിയതിന് ശേഷമാണ് അഭിഷേക് കുറച്ച് തളർന്നു പോയത്. എനിവേ അഭിഷേക് നല്ലൊരു പേഴ്സണാണ്. അതിൽ ഗെയിമേഴ്സ് എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് ജിൻഡോനെ എന്താണെന്നറിയില്ല, ജിൻഡോ ആ കപ്പിന് വേണ്ടി അങ്ങേര് ഇങ്ങനെ ദാഹിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ രക്തം ദാഹിച്ച് നടക്കുന്ന യക്ഷി എന്ന് പറയില്ലേ, അതുപോലെ ദാഹിച്ച് നടക്കുമായിരുന്നു. കപ്പ് 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 തുടക്കം മുതൽ ആ ഒരു സമയം വരെ ഭയങ്കര പ്ലാനിങ്ങും ഭയങ്കരമായിട്ട് എവിടെയൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഏണി വെച്ച് പിടിക്കാമെന്ന് ജിൻഡോക്ക് അറിയായിരുന്നു. ജിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജിൻഡോ തന്നെ ആയിരുന്നു ഇതിൽ കപ്പ് കൊണ്ടുപോകാൻ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ. പിന്നെ ജാസ്മിനൊക്കെ പറയുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് ജാസ്മിനൊക്കെ ഇത്രയും സപ്പോർട്ട് വന്നതെന്ന് എനിക്കറിയില്ല. നമ്മളെ മലയാളികൾക്ക്, നമ്മളെ മലയാളി പ്രേക്ഷകർക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. അതിലൊന്നും ആയിരുന്നില്ല ജാസ്മിൻ നിന്നത്. പിന്നെ ജാസ്മിൻ്റെ അവസാനം ഗബ്രു വന്നില്ലെങ്കിൽ ജാസ്മിൻ കപ്പ് കൊണ്ടുപോയാൽ ജാസ്മിൻ ഊമ്പ്
ജാസ്മിന് കപ്പ് കൊടുത്തിട്ട് കേരളം കത്തുമായിരുന്നു, പഠിച്ചോൻ കാത്ത്.